എന്താ ഒരു മണം. കല്യാണി, എല്ലാം റെഡിയായോ? റെഡിയായി ചേച്ചി. നെയ്മീൻ കറി ഒരല്പം കൂടി ഒന്ന് പറ്റിയാ മതി. ആ, സേവിയരട്ടൻ ചെന്ന് ആ ഡൈനിങ് ടേബിൾ ഒന്ന് വൃത്തിയാക്കി വെക്കേ. ശരി. ഇന്ന് ഒരുപാട് കറികളാണല്ലോ കല്യാണി. പിന്നെ അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കുടംപുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. പാട്ടൊക്കെ കൊള്ളാം. പക്ഷേ കൊടംപുളി ഇട്ട് വെച്ച ചെമ്മീൻ കറിയല്ല, ഇത് നെയ്മീൻ കറിയാ. ആ, അറിയാം. ഇത് അഖില മേഡത്തിന്റെ ഫേവറേറ്റ്. നല്ല മണം, മൂക്ക് തുളച്ചു കയറുന്ന പോലെ. പക്ഷേ മണം മാത്രം പോരല്ലോ ചേച്ചി, എരിവും പുളിയൊക്കെ കറക്റ്റ് ആണെന്ന് അറിയണ്ടേ? ചേച്ചിയെ കൈ ഒന്ന് നീട്ടിക്കേ. എന്താ ഒരു ടേസ്റ്റ്, നാവും കൂടെ ഇറങ്ങി പോകുന്നു. കല്യാണി സ്പെഷ്യൽ. അല്ലേലും നീ അഖില മാഡത്തിന് കറി വെക്കുമ്പോ കുറച്ചു രുചി കൂടും അല്ലേ കല്യാണി? നീ കുറച്ചുകൂടെ തന്നേ. നന്നായിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെയാടി കാണിക്കുന്നേ? നീയൊക്കെ എച്ചിലാക്കിയതിന്റെ ബാക്കി വേണോ ഞങ്ങള് കഴിക്കാൻ? അയ്യോ മാഡം, അതല്ല, എരിവും പുളിയൊക്കെ പാകമാണെന്ന് നോക്കിയതാ. ആ അതേടി, നീ പറയുന്നത് ഞാൻ അതുപോലെ അങ്ങ് വിശ്വസിക്കാം. ആ, ഇന്ന് എന്തൊക്കെയാ ഡിന്നറിന് നിന്റെ സ്പെഷ്യൽ? സാറിന് സോയാബീൻ കറി, വലിയ കുഞ്ഞിന് കരിമീൻ പൊള്ളിച്ചത്, അനിയൻ കുഞ്ഞിന് ഇഷ്ടപ്പെട്ട പെപ്പർ ചിക്കൻ, പിന്നെ മാഡത്തിന് കൊടംപുളി ഇട്ട് വെച്ച നെയ്മീൻ കറി ഉണ്ട്. ഓഹോ, അഖിലേച്ചിക്ക് ഇഷ്ടപ്പെട്ട നെയ്മീൻ കറിയുണ്ടോ? എവിടെ നോക്കട്ടെ. എന്താ മണം! ഇതെങ്ങാനും അഖിലാണ്ടേശ്വരി കഴിച്ച ഇവളെ ഇവിടെ സ്ഥിരപ്രതിഷ്ഠ നടത്തും. ആ, കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ചേച്ചിക്ക് മാത്രമല്ല, എനിക്ക് ഈ കുടംപുളിയിട്ട് വെച്ച നെയ്മീൻ കറി ഇഷ്ടം തന്നെയാ. ആ, ഏതായാലും ഇത് അടച്ചു വെച്ചിട്ട് രണ്ടുപേരും ചെന്ന് ഡൈനിങ് ടേബിൾ ഒരുക്കി വെക്ക്. പൊയ്ക്കോ. പോയില്ലേ ഇതുവരെ? പോടി. അവളുടെ അഖില മേഡത്തിന്റെ ഒരു സ്പെഷ്യൽ നെയ്മീൻ കറി. ഇന്ന് ഈ മീൻ കറി കഴിക്കുമ്പോ നിന്റെ അഖില മേഡത്തിന്റെ നാവ് എരിഞ്ഞ് പൊരിഞ്ഞ് പൊള്ളിപ്പൊകയും. നോക്കിക്കോ.
ശരി. ഗുഡ് ഈവനിങ് സർ. രാജീവ് എത്തിയോ? വരും. അമ്മേ വരൂ. ദേ, ഇതാണ് രാജീവ്. ഓ നമസ്കാരം മാഡം. നമസ്കാരം സർ. നമസ്കാരം. നമസ്കാരം. പെർഫെക്റ്റ്, യു ആർ ഓൺ ടൈം. എന്നും ഈ പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യണം. വരൂ, ആഹാരം കഴിക്കാം. ഷുവർ മാഡം. വാ. ഇരിക്കും. മതി മതി. ആ കറിയും കിടക്കും. കല്യാണി, എന്തൊക്കെ പറഞ്ഞാലും ടേസ്റ്റ് ആയിട്ട് ആഹാരം ഉണ്ടാക്കാൻ നീ കഴിഞ്ഞേ ഉള്ളൂ. സൂപ്പർ. പുറത്തു പോയില്ലായിരുന്നെങ്കിൽ ആ നന്ദന് കൂടെ വേണമായിരുന്നു ഇവളുടെ മീൻകറി കഴിക്കാൻ. കല്യാണിയാണോ ഇവിടുത്തെ കിച്ചണിലെ സൂപ്പർ സ്റ്റാർ? പിന്നല്ലാതെ 10ാം ക്ലാസ് ജയിച്ചില്ലെങ്കിലും പാചകത്തിൽ ഡോക്ടറേറ്റാ. രുചി കാരണേ നാവും കൂടി അങ്ങ് ഇറങ്ങിപ്പോവും. സമ്മതിക്കണം അവളെ. പുകഴ്ത്തിയത് മതി. മുന്നിലുള്ളത് കഴിച്ചു തീർക്കാൻ നോക്ക്. ആ രാജീവേ, രാജീവിന്റെ ലോഗോയിലുള്ള കണ്ണുകളില്ലേ, അതിപ്പോഴും മനസ്സിൽ നിന്ന് മായുന്നില്ല. സൂപ്പർ. അത് വെറും ഗ്രാഫിക്സ് അല്ലല്ലോ, ഒറിജിനൽ അല്ലേ? അയ്യോ, ഒറിജിനലാണ് മാഡം. ഞാൻ എന്റെ ക്യാമറയിൽ എടുത്തതാ. ഓ. രാജീവിനൊരു കാര്യം അറിയോ? രാവിലെ മുതൽ എന്റെ വലത്തെ പുരുക ഇങ്ങനെ തുടിച്ചോണ്ടേ ഇരിക്കുവായിരുന്നു. ആ ലോഗോയിലെ കണ്ണുകളെ നോക്കിയപ്പോഴാ ആ തുടിപ്പങ്ങ് മാറിയത്. എന്തോ ഒരു മാജിക് പോലെ തോന്നി അത് കണ്ടപ്പോ. അതെ അതെ, ആ കണ്ണുകൾക്ക് എന്തോ ഒരു മാഗ്നറ്റിക് പവർ ഉണ്ട്. ഏതായാലും മാർവലസ്. ബ്രോ പറഞ്ഞത് ശരിയാ. ഞാനും കണ്ടു, ആ കണ്ണിന് എന്തോ ഒരു അട്രാക്ഷൻ ഉണ്ട്. നോക്കണ്ടെന്ന് വിചാരിച്ചാലും വീണ്ടും വീണ്ടും നോക്കി പോകുന്ന എന്തോ ഒരു ഇത്. നമ്മുടെ പ്രൊഡക്റ്റ് മാർക്കറ്റ് പിടിച്ചെടുക്കുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അമ്മേ, എന്താ മോനെ? ഇത്രയും നല്ല ലോഗോ ഡിസൈൻ ചെയ്ത രാജീവിനെ നമ്മുടെ കമ്പനിയുടെ പബ്ലിസിറ്റി ഡിസൈനർ പോസ്റ്റിലേക്ക് നിയമിച്ചാലോ എന്ന് ആലോചിക്കാൻ ഞാൻ. അമ്മയുടെ അപ്രൂവൽ കിട്ടുകയാണെങ്കിൽ. വൈ നോട്ട്? നല്ല തീരുമാനം. ഞാനത് അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു. എന്താ കൃഷ്ണേട്ടാ, എനി ഒബ്ജെക്ഷൻ? നോട്ട് അറ്റ് ഓൾ. നാളെ തന്നെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ കൊടുത്തേക്ക്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. രാജീവേ, ടാലന്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സ്ഥാപനമാണ് ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ഇപ്പൊ ചെയ്ത ലോഗോ പോലെ തന്നെ കമ്പനിയുടെ ഇനിയുള്ള വിജയങ്ങളിലും രാജീവിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ടാവണം. ഐ വിൽ ട്രൈ സാർ. എന്റെ സഹകരണം എപ്പോഴും ഉണ്ടാവും. ഉണ്ടാവണം. ആനന്ദ് ഗ്രൂപ്പിനെ വെറുമൊരു ഓഫീസായിട്ട് കാണണ്ട. നൗ ഇറ്റ്സ് ലൈക്ക് യുവർ ഓൺ ഫാമിലി. എന്താ, ഓക്കെ അല്ലേ? ഓക്കെയാണ് മാഡം. താങ്ക്സ്. താങ്ക്സ് എ ലോട്ട്. കുറച്ചുകൂടെ വിളമ്പട്ടെ?
നന്ദന മരുമകളായിട്ട് തൃച്ചംബരത്ത് കാലെടുത്ത് വെക്കുമ്പോ കല്യാണി ഈ തൃച്ചംബരത്ത് തന്നെ ഉണ്ടായിരിക്കുന്നതല്ല. ഞാൻ അവളെ ഇവിടുന്ന് പറഞ്ഞയക്കുന്നതല്ല. അവൾക്ക് സ്വയം പോകേണ്ടി വരും മറ്റൊരു വീട്ടിലേക്ക് മരുമകളായിട്ട്. ആ രാജീവ് കല്യാണം കഴിച്ചതാണോ? ഇല്ല മാഡം, ഒരു നല്ല ജോലി കിട്ടിയിട്ടാണ് കല്യാണം എന്ന് കരുതുന്നു. നല്ല തീരുമാനം. എന്നാ ഇപ്പൊ ജോലിയായില്ലേ, ഇനി ഒരു കൂട്ടൊക്കെ ആവാം. എന്തു പറയുന്നു? രാജീവിന് ഏതായാലും ആനന്ദ് ജോലി ശരിയാക്കി തന്നു. ഇനി കല്യാണവും ഞങ്ങൾ തന്നെ നോക്കിയാലോ എന്നാ. എന്താ വിരോധം വല്ലതും ഉണ്ടാവോ? ഏയ്, എനിക്കെന്ത് വിരോധം, സമ്മതമാണ് മാഡം. വെരി ഗുഡ്. കഴിക്കേ. കല്യാണി, ചേച്ചിക്ക് വേണ്ടി നീ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ മീൻകറി കൊടുത്തില്ലേ? അയ്യോ, ഞാനതങ്ങ് മറന്നു. ആ, ഇപ്പൊ എടുത്തു കൊടുക്കാം. വേണ്ട. അയ്യോ ചേച്ചി, അത് കല്യാണി ചേച്ചിക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാ. കഷ്ടമുണ്ട് ചേച്ചി. നോക്കേ, ചേച്ചി വേണ്ടാന്ന് പറഞ്ഞപ്പോ അവളുടെ മുഖം വാടി. പാവം, ചേച്ചി അല്പമെങ്കിലും കഴിക്ക് പ്ലീസ്. നോ, ഞാനിന്ന് ഷഷ്ടിവ്രതം. ഇന്നത്തെ ദിവസം മത്സ്യവും മാംസവും കഴിക്കില്ലെന്ന് കല്യാണിക്കറിയില്ലെങ്കിലും നിനക്കെങ്കിലും അറിയണമായിരുന്നു. എന്നിട്ടും എന്താ നീ അവളെ തടയാതിരുന്നേ? തോലഞ്ഞു. ഈ ഷഷ്ടിക്ക് വരാൻ കണ്ടൊരു ദിവസം, വ്രതം പോലും വ്രതം, നാശം പിടിക്കാൻ. ആ, ഒരു കാര്യം ചെയ്യാം. കല്യാണി ഇത്രയും ആശിച്ചുണ്ടാക്കിയതല്ലേ, വിലാസിനിക്കാണെങ്കിൽ മീൻ കറി എത്ര കഴിച്ചാലും മതിയാവൂല. ഇതിപ്പോ തന്നെ വിലാസിനിക്ക് കൊടുത്തേക്ക്. ആവശ്യം പോലെ കഴിക്കട്ടുള്ളൂ. ശരി മാഡം. ഞാനിപ്പോ എന്ത് ചെയ്യും? അത് പിന്നെ, അയ്യോ ചേച്ചി, ഞാനിന്ന് വെജേ കഴിക്കൂ. എനിക്കും വ്രതവാ. എന്താ കോഴിക്കാലം എന്താണ് വെജിറ്റേറിയൻ ആയത്? കോഴിക്കാലോ? അയ്യോ, ഇതെങ്ങനെയാ എന്റെ പ്ലേറ്റിൽ വന്നേ? ഇനി ഒരു അക്ഷരം മിണ്ടരുത് നീ. കല്യാണി വിളമ്പിക്കൊട്, കഴിക്കട്ടവള്. അയ്യോ, വേണ്ട വേണ്ട, മതി. ആ രാജീവേ, ആ സാർ. നാളെ തന്നെ ജോയിൻ ചെയ്ത് വർക്ക് സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ ബെറ്റിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. രാവിലെ ഓഫീസിലെത്തിയാൽ മതി. ശരി സാർ. പെട്ടെന്ന് പറഞ്ഞതുകൊണ്ട് നാളെ ജോയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? അയ്യോ ഇല്ല സാർ, സത്യം പറഞ്ഞാൽ ഇതൊക്കെ സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ. ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ ഒരു ദിവസം കൊണ്ട് ജോലി കിട്ടുക, അതിലുപരി തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി മേഡത്തോടൊപ്പം ഇരുന്ന് ഡിന്നർ കഴിക്കുക, ഒന്നും പെട്ടെന്ന് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല സാർ. എന്നാ വിശ്വസിക്കണം. ഇപ്പൊ ഇവിടെ നടന്നൊന്നും സ്വപ്നമല്ല, യാഥാർത്ഥ്യം.
വേണമെങ്കിൽ ആ കൈയൊന്ന് മണപ്പിച്ച് നോക്കിയോ, ആഹാരം കഴിച്ചതിന്റെ മണം കാണും. ആ, അല്ല, രാജീവ് വന്ന ഓട്ടോയിലല്ലേ, എങ്ങനെ തിരിച്ചു പോകും? അത് ഒരു ഫ്രണ്ട് വിളിക്കാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഫോൺ ചെയ്താൽ പുള്ളി വരും. ഏയ് അതൊന്നും വേണ്ട, രാജീവിനെ കാറ് തന്നെ വീട്ടിലാക്കും. ഇവിടെ അതിനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ആ, ദാസേട്ടനുണ്ടല്ലോ. ദാസേട്ടാ, ഇവിടുത്തെ ഡ്രൈവറാ ദാസേട്ടൻ. കല്യാണി പോയില്ലേ? ഇല്ല, പോകാൻ ഇറങ്ങിയതാ, അപ്പഴാ അച്ഛൻ വന്നേ. ആ ദാസേട്ടാ, ഈ രാജീവിനൊന്ന് വീട്ടിലാക്ക്, സ്ഥലം പറഞ്ഞുതരും. ശരി വലിയ രാജീവേ, ഇത് ദാസേട്ടന്റെ മോളാ. പറഞ്ഞല്ലോ, ഇന്നത്തെ ഫുഡ് കല്യാണി ഉണ്ടാക്കിയതാ. എങ്ങനെയുണ്ടായിരുന്നു? വെറുതെ പറയുന്നല്ലേ സാർ, ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡ് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. പണ്ട് അമ്മ ഉണ്ടാക്കി തരുന്ന ഫുഡിന്റെ ഒരു ടേസ്റ്റും മണമൊക്കെ തിരിച്ചു വന്ന പോലെ നന്നായിരുന്നു. യോഗം ഉണ്ടെങ്കിൽ ഇനിയും കല്യാണിയുടെ ഫുഡ് കഴിക്കാൻ രാജീവിന്. ആ രാജീവേ, കല്യാണി ഇവിടുത്തെ വെറും പാചകക്കാരി മാത്രമല്ല, ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് പുറത്തിറക്കുന്ന ഹെർബൽ പ്രോഡക്റ്റിന്റെ ബ്രാൻഡ് അംബാസഡർ കൂടിയാണ്. ആ, നമസ്കാരം. കല്യാണി, രാജീവ് നമ്മുടെ സ്റ്റാഫാ, പ്രൊജക്ട് ഡിസൈനർ. സാറ് കയറിയാട്ടെ. അയ്യോ, എന്നെ സാറെന്നൊന്നും വിളിക്കല്ലേ. ഇവിടെ വരുന്നവരെല്ലാം ദാസേട്ടന് സാറാ. ആ, ഇനി ചിലപ്പോ മാറ്റി വിളിക്കേണ്ടി വരും ദാസേട്ടാ. ശരിയെങ്കിൽ ഗുഡ് നൈറ്റ്. ആ ശരി, അച്ഛനിപ്പോ വരാം. കല്യാണി, ആ പോയ രാജീവിന് ഇഷ്ടമായ? വിളമ്പിക്കൊടുത്ത ഭക്ഷണമൊക്കെ നല്ല രുചിയോടെ കഴിച്ചു. ചില കറികളൊക്കെ ചോദിച്ചു വാങ്ങിച്ച് കഴിക്കുകയും ചെയ്തു. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ആഹാ, അല്ലാതെ വേറെ ഇഷ്ടമൊന്നും തോന്നിയില്ല. ആ, അനിയും കുഞ്ഞ് അവിടെ ഒറ്റയ്ക്കാ. പോട്ടെ വലിയ കുഞ്ഞെ. ഉം. വേറെ ഇഷ്ടപ്പെടേണ്ടി വരും കല്യാണി. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി മനസ്സിൽ കണക്കുകൂട്ടുന്നത് തെറ്റാറില്ല ഒരിക്കലും. ഭാദ്രമാസത്തിലെ അഷ്ടമി നാളിൽ ദിവസത്തിന്റെ മധ്യത്തിൽ ജനിച്ച നിന്റെ പുത്രി വളരെ ഭാഗ്യവതിയാണ്. എല്ലാ ഗ്രഹങ്ങളുടെയും സ്ഥിതി അനുസരിച്ച് നിന്റെ പുത്രിയുടെ നാമം രാ എന്ന അക്ഷരത്തിൽ ആരംഭിക്കണം. രായുടെ അർത്ഥം മോക്ഷം. ശല്യം. ഹലോ, നീ ആ ശബ്ദം ഒന്ന് കുറച്ചേ. എന്തായി കാണുന്നത്? സീരിയലാണോ? അതെ, ഞാൻ എന്റെ ഫേവറേറ്റ് സീരിയൽ കാണാം. നിനക്കെന്താ പ്രശ്നം? പ്രശ്നമുണ്ട്. സീരിയൽ കാണാനാണ് ടി വി. മാസം വെറും 10 പൈസ കൊടുത്താൽ മതിയല്ലോ. സി കേരള എന്ന് പറഞ്ഞ ചാനലുണ്ട്, കണ്ടു നോക്ക്. ക്വാളിറ്റി എന്താണെന്ന് അപ്പം മനസ്സിലാവും. 10 പൈസയാ? അതെ, വെറും 10 നയാ പൈസ. നീ എന്താ മലയാളം കേട്ടിട്ടില്ലേ? ഇംഗ്ലീഷിലായത്തുനിന്ന് കെട്ടിയെടുത്തോന്നല്ലോ. വലിയ ജാട കാണിക്കാതെ ആ മൊബൈൽ കുത്തു നിർത്തി കേബിളുകാരെ വിളിക്കാൻ നോക്ക്. അല്ല, ഓ ആയിക്കോട്ടെ.